Hi, I'm Dr. Gayatri, physician Changamballi Remedium. Today we have Dr. Shani with us, senior physician Changamballi Vaidibhavan. സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെള്ളപ്പോക്ക്, അസ്ഥിസ്രാവം അഥവാ ല്യൂക്കോറിയ. സോ ല്യൂക്കോറിയനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് എ ജനറൽ കേസ് സ്റ്റഡി. സോ ഡോക്ടർ, ല്യൂക്കോറിയ എന്ന് പറയുന്ന അവസ്ഥ സ്ത്രീകളിൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. എന്താണ് ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങളായി നമുക്ക് പറയാൻ പറ്റുന്നത്? പ്രധാന കാരണങ്ങൾ ഫിസിയോളജിക്കലും ഉണ്ട്, പാത്തോളജിക്കലും ഉണ്ട്. ഫിസിയോളജിക്കലി എപ്പോഴും വജൈന കുറച്ച് വെറ്റായിട്ടാണ് ഇരിക്കുക. അതിൽ ഡിസ്ചാർജുകൾ വരുന്നത് വളരെ നോർമലായിട്ട്, ഇപ്പം പീരിയഡ്സ് ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ്റെ ടൈമിലൊക്കെ നോർമലി വാജിനൽ ഡിസ്ചാർജുകൾ ഉണ്ടാവും, വൈറ്റ് ഡിസ്ചാർജുകൾ ഉണ്ടാവും. അത് വെള്ള കളറിലാവും. നോർമലി എല്ലാ ലേഡീസിനും ഒരു കൗമാരക്കാർ തൊട്ട് കുറച്ച് പ്രായമായവരിൽ വരെ ആ ഒരു തരം ഡിസ്ചാർജ് ഉണ്ടാവും. അത് വളരെ നോർമലാണ്. നമ്മൾ പാത്തോളജിക്കൽ ആവുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മളിപ്പോ നോർമലി ആണെങ്കിലും പ്രത്യേക അസുഖങ്ങൾ കാരണം വരുന്നത് തിരിച്ചറിയാന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. ഈ നോർമലി വരുന്ന വൈറ്റ് ഡിസ്ചാർജ് ആൻഡ് അബ്നോർമൽ വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തി തിരിച്ചറിയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു അബ്നോർമൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് എത്തുന്ന സമയത്ത് ഏത് സമയത്താണ് നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികളും നമ്മൾ അതിനായിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് എപ്പോഴാണ്? അതായത് നോർമലി ഡിസ്ചാർജ് എന്ന് പറയുന്നത് വെള്ള കളറിലോ അല്ലെങ്കിൽ കോഴിമുട്ടയുടെ വെള്ള പോലെ തോന്നിക്കുന്ന രീതിയിലാവാം, തൈര് പോലെ ആവാം. ഇങ്ങനെ പല രീതിയിലാണ് ഡിസ്ചാർജുകൾ. അതിപ്പോൾ നമ്മളൊരു പീരിയഡ്സിന്റെ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലാണ് ഡിസ്ചാർജുകൾ ഉണ്ടാവുക. ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കേസ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഡിസ്ചാർജിന് കളർ ചേഞ്ച് വരിക. അത് വെള്ളയിൽ നിന്ന് അതൊരു പിങ്കിഷ് അല്ല, ഒരു റെഡിഷ് ആയിട്ട് പീരിയഡ്സ് ആവുന്നില്ല, അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീനിഷ് കളർ വരിക, ഭയങ്കര സ്മെല്ലി ആയിട്ട് വരിക, കൂടുതൽ അളവിൽ വരിക. ഇങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ കൂടുതൽ അവെയർ ആവേണ്ടത്. സോ ഡോക്ടർ, ഇപ്പൊ നമ്മുടെ ഓരോരോ കേസസും എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഗ്നൻസി ഒരു വലിയ ഫാക്ടറാണ്. പ്രഗ്നൻസിയിൽ അപ്പൊ കൂടുതലായിട്ട് ഹോർമോണൽ ഇഷ്യൂസ് ആണ്. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ പ്രഗ്നൻസിയിൽ സ്വാഭാവികമായിട്ടും, അതിന്റെ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് നമുക്ക് എന്തായാലും വൈറ്റ് ഡിസ്ചാർജ് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിനെടുത്ത് ജനറൽ ഹെൽത്ത് കുറയുമ്പോഴും വരും. അതുകൊണ്ട് തന്നെ ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റ് ഡിസ്ചാർജ് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ഫുഡിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബോഡി ടെമ്പറേച്ചർ കൂടും. ഇപ്പോൾ പീരിയഡ്സ് ടൈമിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഓവുലേഷൻ ടൈമിലൊക്കെ കൂടുതൽ ബോഡി ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതേപോലെ തന്നെയാണ് വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായി ഉണ്ടാകുന്ന സമയത്തും പല പേഷ്യൻസും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, ശരീരത്തിൽ ചൂട് കൂടിയ പോലെ എന്ന് പറയാറുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ ഫുഡിൽ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ കുറെ ശ്രദ്ധിച്ച് നോക്കാം. പക്ഷെ അതിൽ കൂടുതലൊരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ പെയിൻഫുൾ ആകുമ്പോഴും നമ്മൾ അവെയർ ആവണം. സോ ഡോക്ടർ, ഇപ്പൊ അഡോൾസെന്റ് പീരീഡ് അല്ലെങ്കിൽ ഒരു മെനോപോസ് അറ്റൈൻ ചെയ്ത ഒരു സ്ത്രീ, ഇവരെ രണ്ട് കേസസിലും വരുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് ഡിസ്ചാർജിനെ പറ്റി എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ? അത് മെനാർക്കെ, അതായത് പീരീഡ്സ് ആദ്യമായിട്ട് വരുന്ന കുട്ടികളിലാണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഡിസ്ചാർജ് കാണാം. അതേപോലെ തന്നെയാണ് മെനോപോസ്. ഞാൻ പറഞ്ഞല്ലേ, എപ്പോഴും എല്ലാ സമയങ്ങളിലും വജൈനയിൽ ചെറിയൊരു ഡിസ്ചാർജ് ഉണ്ടാവും. അത് നോർമലാണ്. അതിന്റെ സ്മെല്ലിൽ വ്യത്യാസം വരുമ്പോഴും കളറിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അവെയർ ആവേണ്ടത്. ഇൻഫെക്ഷന്റെ കേസസ് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പൊ അണുബാധ ഉള്ള ഒരു കേസസിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഡിസ്ചാർജിന്റെ അണുബാധ ഉണ്ടാവുമ്പോൾ തന്നെയാണ് ഇങ്ങനെ കളറിലും ചേഞ്ച് വരിക, സ്മെല്ലിലും ചേഞ്ച് വരിക. നമുക്ക് എടുത്തതൊക്കെ പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അണുബാധ ഉണ്ടാവുമ്പോഴാണ് നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് അണുബാധ ഉണ്ടാവുമ്പോഴാണ് കളർ ചേഞ്ച് വരുള്ളൂ, അല്ലെങ്കിൽ നോർമലി ആയിട്ടുള്ള കളർ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ ഓൾറെഡി ഡയറ്റ് അല്ലെങ്കിൽ പഥ്യാപഥ്യത്തിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കാൻ പറ്റുക? മെയിൻ ആയിട്ട് ഫുഡ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ് നല്ല രീതിയിൽ വേണം. വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴും വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതേപോലെ ഫ്രൂട്ട്സ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. തൈര് കഴിക്കുന്നത് നല്ലതാണ്. ഹൈജീൻ കേസസ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. പ്രൈവറ്റ് പാർട്സ് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കണം. pH ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ഇപ്പം ആയുർവേദിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ വരുമ്പോൾ ആയുർവേദപരമായ എന്തൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടീഷൻ വൈസ് ആണ്. ഇപ്പൊ ചില കേസിൽ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് കണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ ശരീരം മെലിച്ചില് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ചില കേസിൽ എത്ര കൺട്രോൾ ചെയ്താലും അവർ ഫുഡിലാണെങ്കിലും ഡയറ്റിലൊക്കെ ശ്രദ്ധിച്ചാലും ഫ്ലൂയിഡ് ഇൻടേക്ക് ഉണ്ടെങ്കിൽ പോലും
അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കേസാവും. അത് ഇതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളതാവും. അപ്പൊ നമ്മൾ ഉടനെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡിസ്ചാർജ് ചെയ്ത തരത്തിലുള്ളതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യണം. അത് ഇന്റേണൽ മെഡിസിനിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. നമ്മളുടെ നാട്ടിലെന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഒരു നോർമലി വൈറ്റ് ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ അസുഖമാണ്, മാറിക്കോളും. അത് വളരെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ എനിക്ക് തോന്നുന്നു എപ്പം കൃത്യമായ ചികിത്സ അതിന് നേടണം എന്നുള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോ അവർക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പീരിയഡ്സ് ആവുന്ന പോലെ തന്നെ പാഡൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരും. അതായത് ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലാവും, പെയിൻഫുൾ ആവും, പെൽവിക് പെയിൻ ഒക്കെ ഉണ്ടാവും, ലോവർ അബ്ഡോമൻ ആയിട്ടും ലോ ബാക്ക് ഏക്ക്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ശരീരം ക്ഷീണിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കുറെ സിംറ്റംസും കൂടെ കണ്ടുവരാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ. സോ ഐ ഹോപ്പ് നമ്മളെ വ്യൂവേഴ്സിന് ഒരു ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും ഏത് സമയത്ത് കൃത്യമായിട്ട് ചികിത്സ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. സോ ഇത്രയും നല്ലൊരു സെഷൻ നമുക്ക് ഓഫർ ചെയ്ത ഡോക്ടർക്ക് ഒരുപാട് താങ്ക് യു.